Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാർച്ച് 2015 ചോദിച്ചിട്ടുള്ള ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എ സ്റ്റോൺ ഈസ് ത്രോൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്ലിംഗ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി v0 at an angle theta from the horizontal. So here it is given that a stone is thrown with the help of a sling. അതായത് ഒരു സ്ലിങ്ങിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു സ്റ്റോൺ നമ്മൾ എറിയുന്നത്. ഓക്കെ, ഇനി വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, v0 ആണ്, ആംഗിൾ തീറ്റയാണ് അത് മേക്ക് ചെയ്യുന്നത്. ഇനി ഡയഗ്രാം നമുക്ക് തന്നിട്ടുണ്ട്. വർക്കിംഗ് ഓഫ് എ സ്ലിംഗ് ഇസ് based on dash law of vector addition. അതായത് ഏത് ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ് ഇവിടെ വർക്കിംഗ് ഓഫ് സ്ലിങ്ങിനകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് വൺ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ വെക്ടർ ഡയഗ്രാം സ്റ്റേറ്റ് ദിസ് ലോ. അതായത് ഒരു വെക്ടർ ഡയഗ്രത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് ഈ ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ദ സ്റ്റോൺ. അതായത് സ്റ്റോൺ എത്തുന്ന മാക്സിമം ഹൈറ്റ് കാണാനുള്ള എക്സ്പ്രഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാം. അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓക്കെ, ഓരോന്നായിട്ട് ആൻസർ ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്, അതായത് വർക്കിംഗ് ഓഫ് എ സ്ലിംഗ് ഈസ് ബേസ്ഡ് ഓൺ ഡാഷ് ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ്. ഏത് ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ്? നമുക്ക് ഈ സ്ലിംഗ് ഇവിടെ ഡയഗ്രാം നോക്കുമ്പോൾ തന്നെ അറിയാം, ഇൻ ബിറ്റ്വീൻ ദർ ഇസ് എ ആംഗിൾ തീറ്റ അല്ലെ, ഇവയ്ക്കിടയിൽ ഒരു ആംഗിൾ തീറ്റ മേക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ രണ്ട് കേസസിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, രണ്ട് വെക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി കൻ മേക്ക് എ പാരലോഗ്രാം അല്ലെ, അവിടെ നമുക്കൊരു പാരലോഗ്രാം ഫോം ചെയ്യാൻ പറ്റും. അപ്പൊ ഏത് ലോ ആയിരിക്കും, ഏത് ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ് യൂസ് ചെയ്യുന്നത്? യെസ്, പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് വെക്ടർ ഡയഗ്രാം സ്റ്റേറ്റ് ദ ലോ. ഏതാണ് ലോ എന്നുള്ളത്, എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്താ പറയുന്നത്, ആ ലോ പറയുന്നത് എന്താണ്, ഇഫ് 2 വെക്ടേഴ്സ് ആക്ടിങ് at a point can be represented in magnitude and direction by the 2 adjacent sides of a parallelogram. അതായത് നമുക്ക് തന്നിട്ടുള്ള രണ്ട് വെക്ടേഴ്സ്, അതായത് if they are represented in magnitude and direction by the 2 adjacent sides of a parallelogram. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് വെക്ടേഴ്സ് എന്താണ്, ഒരു പാരലോഗ്രാമിന്റെ adjacent sides ആണെന്നുണ്ടെങ്കിൽ then the diagonal of the parallelogram through that point represents the resultant vector. അപ്പൊ അതിന്റെ ഡയഗണൽ ഓഫ് ദി പാരലോഗ്രാം ആയിരിക്കും നമുക്ക് റിസൾട്ടന്റ് തരുന്നത്. അപ്പൊ അതാണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പൊ എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം, ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് 2 vectors acting at a point can be represented in magnitude and direction by the 2 adjacent sides of a parallelogram, then the diagonal of the parallelogram through that point represents the resultant vector. അപ്പൊ അതിന്റെ ഡയഗണൽ ആയിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്, ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ദ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ദി സ്റ്റോൺ എന്നുള്ളതാണ്. അപ്പൊ മാക്സിമം ഹൈറ്റ് കാണാനുള്ള എക്സ്പ്രഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പ്രൊജക്ടൈൽ മോഷന്റെ കേസിൽ ഉണ്ടാവുന്ന 3 ഡെറിവേഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാക്സിമം ഹൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, അതുപോലെ തന്നെ ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എക്സാമിന് എന്തായാലും ചോദിക്കുന്നതാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അത് പഠിക്കാതെ നമ്മൾ എക്സാമിന് പോവരുത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇവിടെ മാക്സിമം ഹൈറ്റ് കാണാനുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാന്ന് നോക്കാം. വിത്തിൻ 2-3 സ്റ്റെപ്സ് വി ക്യാൻ കംപ്ലീറ്റ് ദാറ്റ് ഡെറിവേഷൻ. ഓക്കെ, അപ്പൊ ഒന്ന് നോക്കാം. ഒരു വെർട്ടിക്കൽ ഹൈറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ വെർട്ടിക്കൽ ഹൈറ്റ് പറയണമെന്നുണ്ടെങ്കിൽ അത് എന്താണ്, ഏത് കമ്പോണന്റ് ആണ് അവിടെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? അതായത് വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് എ ബോഡി എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതായത് യു സൈൻ തീറ്റ ആണ് വെർട്ടിക്കൽ കമ്പോണന്റ്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഏതാണ്, യു കോസ് തീറ്റ ആണ്. അപ്പൊ കോസ് കമ്പോണന്റ് എപ്പോഴും ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിരിക്കും, സൈൻ കമ്പോണന്റ് വെർട്ടിക്കൽ കമ്പോണന്റ് ആയിരിക്കും. അതൊന്ന് ഓർത്തിരിക്കാം. ഇനി ദ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പ്രൊജക്ടൈൽ ക്യാൻ ബി ഫൗണ്ട് യൂസിങ് ദ ഫോർമുല. അതായത് നമുക്ക് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം, v² = u² + 2as എന്ന് ഉള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇനി വെൻ വി സബ്സ്റ്റിറ്റ്യൂട്ട്, അതായത് v0 ആണ്, v എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ആണ്, അത് 0 ആണ്. ഇനി a എന്ന് പറയുന്നത് എന്താണ്, -g ആണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. s എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. u
വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി, അതായത് യു സൈൻ തീറ്റ ആണ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ 0 is equal to യു സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മൈനസ് ജി ഇൻറ്റു എച്ച് എന്ന് എഴുതാം അല്ലെ. 2gh അപ്പൊ എന്തിന് ഈക്വൽ ആയിരിക്കും? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. നമുക്ക് കാണേണ്ടത് മാക്സിമം ഹൈറ്റ് ആണ്, ദാറ്റ് ഇസ് ക്യാപിറ്റൽ എച്ച്, ദാറ്റ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ആണ്. അപ്പൊ ഇക്വേഷൻ ഓർത്തിരിക്കണം, എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ഓർത്തിരിക്കുക, വളരെ ഈസിയാണ് അല്ലെ. അപ്പൊ h is equal to യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g എന്നുള്ളതാണ് മാക്സിമം ഹൈറ്റ് കാണാനുള്ള എക്സ്പ്രഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സേ 2015 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദ ക്വസ്റ്റ്യൻ ഈസ് എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് ഇൻ ടു എയർ അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ. ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് trajectory followed by this projector. അതായത് ബോഡി ഈസ് പ്രൊജക്റ്റഡ് ഇൻ ടു എയർ, അതായത് ആംഗിൾ തീറ്റയാണ് മേക്ക് ചെയ്യുന്നത് ഹൊറിസോണ്ടലുമായിട്ട്. ഇഫ് യു ആർ പ്രൊജക്ടിങ് ദാറ്റ് ബോഡി ഇൻ ടു എയർ, വാട്ട് ടൈപ്പ് ഓഫ് ട്രജക്ടറി ദാറ്റ് പ്രൊജക്ടൈൽ വിൽ ഫോളോ എന്നുള്ളതാണ്. ഏതായിരിക്കും? എലിപ്സ് ആണോ, പരാബോളയാണോ, ദെൻ സ്ട്രേറ്റ് ലൈൻ ഓർ സർക്കിൾ? ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഗിവ് എ മാത്തമാറ്റിക്കൽ പ്രൂഫ് ടു യുവർ ആൻസർ. അപ്പൊ നിങ്ങളുടെ ആൻസർ എന്താണോ കിട്ടുന്നത്, അത് ഏത് ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു മാത്തമാറ്റിക്കൽ പ്രൂഫ് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫോർ 2 marks. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ട്രജക്ടറി ഓഫ് എ ബോഡി ഇൻ എ പ്രൊജക്ടൈൽ മോഷൻ ഈസ് ഗിവൺ ബൈ y is equal to x minus x square by 80. x and y are in meters and maximum height of this projectile. So find the maximum height of the projectile. അപ്പൊ നമുക്ക് ഇവിടെ മാക്സിമം ഹൈറ്റ് ആണ് കാണേണ്ടത്. അതായത് ഒരു ട്രജക്ടറി ഓഫ് എ പ്രൊജക്ടൈലിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. y is equal to x minus x square by 80 ആണ്. എക്സും വൈയും മീറ്റേഴ്സിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. Here we have to find the maximum height of the projectile. അപ്പൊ എങ്ങനെയാണ് ആൻസർ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് ഇൻ ടു എയർ അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ഹൊറിസോണ്ടൽ, അതായത് ഹൊറിസോണ്ടലുമായിട്ട് തീറ്റ ഡിഗ്രി മേക്ക് ചെയ്യുന്ന ഒരു ബോഡിയാണ്. അപ്പൊ അതിന്റെ ട്രജക്ടറി എങ്ങനെയായിരിക്കും? യെസ്, അതെന്തായിരിക്കും? പരാബോള ആയിരിക്കും അല്ലെ. ഇനി അടുത്ത കേസ് എന്താണ്? ഗിവ് എ മാത്തമാറ്റിക്കൽ പ്രൂഫ് ഫോർ യുവർ ആൻസർ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു ട്രജക്ടറി ഓഫ് എ പ്രൊജക്ടൈൽ ഈസ് എ പരാബോള എന്നുള്ളതിന്റെ പ്രൂഫ് ആണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അതായത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പ്രൊജക്ടൈൽ ആണ് നമ്മൾ കാണേണ്ടത് അല്ലെ. അപ്പൊ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ s is equal to ut plus half a t square ആണ്. ഇവിടെ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ s is equal to y എന്ന് എടുക്കാം. ഇനി u എന്ന് പറയുന്നത് വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി, ദാറ്റ് is u sin തീറ്റ. അതേപോലെ തന്നെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇത് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പൊ അതെല്ലാം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. s is equal to ut plus half a t സ്ക്വയറിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? എസിന് പകരം y എന്ന് കൊടുക്കാം. u is equal to u sin തീറ്റ ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു എക്ക് പകരം g എന്ന് കൊടുക്കാം ഇൻറ്റു ടി സ്ക്വയർ. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് അറിയാം അല്ലെ. എക്സ് ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു എക്സ് ടി ആണ്. ഇനി അതിൽ നിന്ന് ടിയുടെ ഇക്വേഷൻ എങ്ങനെ കാണാം നോക്കി നോക്കൂ. എക്സ് ബൈ യു കോസ് തീറ്റ എന്ന് എഴുതാലോ. ഓക്കെ, ഇനി ചെയ്യേണ്ടത്, അതായത് നമ്മൾ ഈ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റിൽ നിന്നാണ് ടിയുടെ ഇക്വേഷൻ കണ്ടത്, അതായത് എക്സ് ബൈ യു കോസ് തീറ്റ എന്നുള്ളത് കണ്ടു. സോ ആ ടിയുടെ വാല്യൂ നമ്മൾ y is equal to u sin theta t minus half gt square എന്ന് പറയുന്ന ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും നോക്കി നോക്കൂ. y is equal to u sin theta into t ക്ക് പകരം എന്ത് എഴുതാം? x by u cos theta minus half g into എന്ത് വരും? t ക്ക് പകരം x by u cos theta then the whole square എന്ന് എഴുതാം. ഇനി അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. then y is equal to sin theta by cos theta നെ tan theta എഴുതാം. u will get cancelled, then x വരും അല്ലെ. tan theta into x minus എന്ത് വരും? g divided by 2u cos theta the whole square into x square എന്ന് വരും. ഇനി ഇതിന്റെ നമ്മൾ ജിയും തീറ്റയും യും കോൺസ്റ്റന്റ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? y is equal to ax plus bx square എന്ന് പറയുന്ന ഫോർമുല എഴുതിക്കൂടെ. അതായത് ഇവിടെ തീറ്റ ജി യു ഇവ കോൺസ്റ്റന്റ്സ് ആണ്. സോ y will be equal to ax plus bx square എന്ന് പറയുന്ന ഫോം ആണ്. ഇവിടെ എയും ബിയും കോൺസ്റ്റന്റ് ആണ്. ഇനി ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഇക്വേഷൻ ആണ്. y is equal to ax plus bx square എന്ന് പറയുന്നത് പരാബോളയുടെ ഇക്വേഷൻ ആണ് അല്ലെ. ദാറ്റ് ഇസ് പാത്ത് ഓഫ് ദ പ്രൊജക്ടൈൽ ഈസ് എ പരാബോള. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ എന്ന് പറയുന്നത് ഒരു പരാബോളയാണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. y is equal to tan theta x square minus g tan theta x minus g by 2 into u cos theta the whole square into x square എന്നുള്ളതാണ് പരാബോളയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ is
trajectory of a body of a projectile motion is given. Okay, that is y is equal to x minus x square by 80 ആണ്. x ഉം y ഉം മീറ്റേഴ്സിലാണ്. ഫൈൻഡ് ദ മാക്സിമം ഹൈറ്റ്. ഇവിടെ മാക്സിമം ഹൈറ്റ് ഓഫ് ദ പ്രൊജക്ടൈൽ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും നോക്കാം. നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ എന്താണ്? y is equal to x minus x square by 80 ആണ്. അപ്പൊ അതിനെ ഒന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് പരാബോള ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്യണം. അപ്പൊ എന്താണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഫോർ പരാബോള? അതായത് y is equal to tan theta x minus g by 2 into u cos theta the whole square x square എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇതുമായിട്ട് കമ്പയർ ചെയ്യാണ്. അതായത് ഇക്വേഷൻ എന്താണ്? y is equal to x minus x square by 80 എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? tan theta എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അതായത് theta 45 ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ g by 2 into u cos theta the whole square എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 1 by 80 ഈക്വൽ ആണ്. g by 2 into u cos 45 that whole square that will be equal to 1 by 80 ആണ്. ഇനി cos 45 എന്ന് പറയുന്നത് 1 by root 2 ആണ്. അപ്പൊ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. then we are getting g divided by 2 into u into 1 by root 2 the whole square that will be equal to 1 by 80. അതിൽ നിന്ന് നമുക്ക് u square കാണാലോ. u square is equal 80 g എന്ന് കിട്ടും. ഇനി ഹൈറ്റ് ഓഫ് ദ പ്രൊജക്ടൈൽ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇക്വേഷൻ എന്തായിരുന്നു? h is equal to u square sin square theta by 2g ആണ്. അപ്പൊ അതിനകത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. u square into sin square theta, അതായത് 1 by root 2 the whole square divided by 2g. Okay, so we are getting 80g into 1 by 2 whole divided by 2g ആണ്. അതിൽ gയും gയും ക്യാൻസൽ ചെയ്താൽ ബാക്കി എന്താ വരുന്നത്? ഹൈറ്റ് ഓഫ് ദ പ്രൊജക്ടൈൽ ഈസ് 20 മീറ്റർ ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാർച്ച് 2016 ചോദിച്ചിട്ടുള്ള ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ദ ക്വസ്റ്റ്യൻ ഈസ് വെൻ എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് ഇൻ ടു എയർ വിത്ത് certain initial velocity making an angle with the horizontal, it will travel in a parabolic path. The first question is what are the vertical and horizontal components of velocity? അപ്പൊ എന്താണ് ഹൊറിസോണ്ടൽ കമ്പോണന്റും അതുപോലെ തന്നെ വെർട്ടിക്കൽ കമ്പോണന്റും വെലോസിറ്റിയുടെ ടേംസിൽ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിത്ത് എ ഡയഗ്രാം ഡിറൈവ് an expression for maximum height and time of flight. മാക്സിമം ഹൈറ്റും അതുപോലെ തന്നെ ടൈം ഓഫ് ഫ്ലൈറ്റും കാണാനുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. Then the third question is a ball is dropped through the window of a train traveling with a high velocity to a man standing near the track. The ball dash, that is, falls down vertically, moves straight horizontally, follows an elliptical path and follows a parabolic path. ഇത്രയും 3 ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് ആൻസർ ചെയ്യാം. So what are the horizontal and vertical components of velocity? അപ്പോൾ horizontal component of velocity ഏതാണ്? u cos theta ആണ്. vertical component ഏതാണ്? u sin theta. അപ്പോൾ ആൻസർ എങ്ങനെ എഴുതാം? u cos theta and u sin theta. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് തന്നിട്ടുള്ളത്? That is, with the help of a diagram derive the expression for maximum height and time of flight എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം ഹൈറ്റിനും ടൈം ഓഫ് ഫ്ലൈറ്റിനുമുള്ള എക്സ്പ്രഷൻസ് ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത സെയിം ഇക്വേഷൻ ആണ്. അതായത് h is equal to u square sin square theta by 2g എന്നുള്ളതാണ്. അപ്പൊ അത് ഇക്വേഷൻ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതേപോലെ അടുത്തത് എന്താണ്? ടൈം ഓഫ് ഫ്ലൈറ്റിനുള്ള ഇക്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ടൈം ഓഫ് ഫ്ലൈറ്റ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുക എന്നുള്ളതൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, അതായത് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ പ്രൊജക്ടൈൽ ടു കവർ ദ ഹൊറിസോണ്ടൽ റേഞ്ച്. അതായത് ഹൊറിസോണ്ടൽ റേഞ്ച് കവർ ചെയ്യാൻ വേണ്ടി ഒരു പ്രൊജക്ടൈൽ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആയിരിക്കും? അതായത് വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആണ്, അതായത് u sin theta ആണ്. അപ്പൊ ടൈം ഓഫ് ഫ്ലൈറ്റ് ക്യാൻ ബി ഫൗണ്ട് യൂസിങ് ദ ഫോർമുല s is equal to ut plus half at square ആണ്. s is equal to ut plus half at square ആണ്. അപ്പൊ ടേക്കിംഗ് ദ വെർട്ടിക്കൽ കമ്പോണന്റ്, അതായത് അത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് s is equal to 0 ആയിട്ട് എടുക്കാം. ആൻഡ് a is equal to minus g. അതുപോലെ തന്നെ ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? u sin theta ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ എന്തായിട്ട് മാറും? s ഇവിടെ 0 ആണ്, അതായത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. then that will be equal to u sin theta into t minus half g t square ആണ്. അപ്പൊ അതിന് half g t square എന്ത് വരും? u sin theta into t എന്ന് വരും. അതിൽ നിന്ന് t കാണാലോ, t റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ എന്ത് വരും? 2u sin theta by g ആണ്. അപ്പൊ ഒരു t ക്യാൻസൽ ചെയ്യും, ബാക്കി വരുന്നത് എന്താണ്? t is equal to 2u sin theta by g ആണ്. ഇതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് കാണുന്നതിനുള്ള എക്സ്പ്രഷൻ. ഓക്കെ,
അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി തന്നിട്ടുണ്ട്. അതായത് ബോൾ ഈസ് ഡ്രോപ്ഡ് ത്രൂ ദ വിൻഡോ ഓഫ് എ ട്രെയിൻ ട്രാവലിംഗ് വിത്ത് ഹൈ വെലോസിറ്റി ടു എ മാൻ സ്റ്റാൻഡിംഗ് നിയർ ദി ട്രാക്ക്. ദ ബോൾ ഏത് പാത്താണ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി അതായത് ഒരു പ്രൊജക്ടൈലിന്റെ കേസിൽ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനകത്തുനിന്ന് വിൻഡോയിലൂടെ നമ്മളിപ്പോ ഒരു ഒബ്ജക്ട് എന്തെങ്കിലും കല്ല് അല്ലെങ്കിൽ പഴത്തൊലി എന്തെങ്കിലും പുറത്തേക്ക് ഇടുക എന്നുണ്ടെങ്കിൽ വിച്ച് ഫോളോസ് എ പരാബോളിക് പാത്ത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ ഏതാണ്? ഫോളോസ് എ പരാബോളിക് പാത്ത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയല്ലോ. 2016 ചോദിച്ചിട്ടുള്ള ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ സ്കാലാർ ക്വാണ്ടിറ്റി ഫ്രം ദ ഫോളോയിങ് ആൾട്ടർനേറ്റീവ്സ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ഏതാണ് സ്കാലാർ ക്വാണ്ടിറ്റി? അതായത് മൊമെന്റം, വർക്ക്, ടോർക്ക്, ആക്സിലറേഷൻ. ഇതിൽ ഏതാണ് സ്കാലാർ ക്വാണ്ടിറ്റി എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ മാൻ ത്രോസ് എ സ്റ്റോൺ അപ് ടു എയർ അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ. ഡ്രോ ദ പാത്ത് ഓഫ് ദ പ്രൊജക്ടൈൽ ആൻഡ് മാർക്ക് ഡയറക്ഷൻസ് ഓഫ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് ദ ഹയസ്റ്റ് പൊസിഷൻ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരു കല്ലെടുത്ത് മുകളിലേക്ക് എറിയാണ്, ആംഗിൾ തീറ്റയാണ്, ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത്. ദെൻ ഡ്രോ ദ പാത്ത് ഓഫ് ദ പ്രൊജക്ടൈൽ. എങ്ങനെയായിരിക്കും പാത്ത് ഓഫ് ദ പ്രൊജക്ടൈൽ, അതുപോലെ തന്നെ അതിന്റെ വെലോസിറ്റിയും ആക്സിലറേഷനും, മാക്സിമം ഹയസ്റ്റ് പൊസിഷനിൽ എത്തുമ്പോൾ ഉണ്ടാവുന്ന വെലോസിറ്റിയും ആക്സിലറേഷനും മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ദ സ്റ്റോൺ എന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ആൻസർ ചെയ്ത് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഏതാണ് സ്കാലാർ ക്വാണ്ടിറ്റി? മൊമെന്റം, വർക്ക്, ടോർക്ക്, ആക്സിലറേഷൻ. ഇവയിൽ ഏതാണ് സ്കാലാർ ക്വാണ്ടിറ്റി? യെസ്, ദാറ്റ് ഈസ് വർക്ക്. വർക്ക് ആണ് സ്കാലാർ ക്വാണ്ടിറ്റി. അടുത്തത് എന്താണ്? മാൻ ത്രോസ് ഒരു സ്റ്റോൺ ആണ്. സ്റ്റോൺ അറ്റ് ആൻ ആംഗിൾ തീറ്റയാണ് എറിയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ പാത്ത് ഓഫ് ദ പ്രൊജക്ടൈൽ എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ പാത്ത് ഓഫ് ദ പ്രൊജക്ടൈൽ എക്സ് ആക്സിസും വൈ ആക്സിസും മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ പാത്ത് ഓഫ് ദ പ്രൊജക്ടൈൽ ആണ്, അതായത് അതിനൊരു പരാബോളിക് പാത്ത് ആണ് ഉണ്ടാവുന്നത്. അതിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ദ സ്റ്റോൺ എന്നുള്ളതാണ്. ദാറ്റ് ഡെറിവേഷൻ വി ഹാവ് ഓൾറെഡി ഡൺ. അതായത് ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ ഡെറിവേഷൻ ഡിസ്കസ് ചെയ്തതായതുകൊണ്ട് ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അതൊന്ന് കൃത്യമായിട്ട് എഴുതി പഠിക്കാം. മാക്സിമം ഹൈറ്റ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഹൊറിസോണ്ടൽ റേഞ്ച്, അതുപോലെ തന്നെ ടൈം ഓഫ് ഫ്ലൈറ്റ് ഒരിക്കലും വിട്ടുപോകരുത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഒബ്സർവ് ദ ഫോളോയിങ് ഡയഗ്രാം. അപ്പൊ നമുക്കിവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്, അതിൽ ഒരു പുള്ളി ഉണ്ട്. സോ ഹിയർ വി ഹാവ് എ സ്റ്റോൺ അറ്റ് ദ സെന്റർ ആൻഡ് 2 വെയ്റ്റ്സ് ആർ ദർ. അതായത് രണ്ട് സൈഡിലും 150 ഗ്രാമും 100 ഗ്രാമും വീതമാണുള്ളത്. രണ്ട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ ദർ ഇസ് എൻ ആംഗിൾ 90 ഡിഗ്രി. ഇനി ക്വസ്റ്റ്യൻ ഈസ് ദ ഫോഴ്സസ് F1 ആൻഡ് F2 F1, F2 and F3 are together called dash. ഈ മൂന്ന് ഫോഴ്സസിനെയും ഒരുമിച്ച് പറയുന്ന പേരെന്താണെന്നുള്ളതാണ്. F1, F2 and F3 are together called dash. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ദ സ്റ്റോൺ യൂസിങ് ദ പാരലോഗ്രാം ലോ ഓഫ് എക്സ്ട്രഡീഷൻ. അതായത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് ദി സ്റ്റോൺ. ഇത് നമ്മൾ പാരലോഗ്രാം ലോ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് കാണുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ പാരലോഗ്രാം ലോ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇക്വേഷൻ പഠിച്ചതാണ്. അപ്പൊ അത് യൂസ് ചെയ്തുകൊണ്ട് മാസ് ഓഫ് ദി സ്റ്റോൺ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ഓരോന്നായിട്ട് ആൻസർ ചെയ്യാം. അപ്പോ 3 ഫോഴ്സുകൾ F1, F2, F3 ഇവയെ നമ്മൾ പറയുന്ന പേരെന്താണ്? കൺകറന്റ് ഫോഴ്സസ് എന്നാണ്. കൺകറന്റ് ഫോഴ്സസ് എന്നാണ്. സോ ദാറ്റ് ഈസ് എ 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത എന്താണ്? കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ദ സ്റ്റോൺ യൂസിങ് ദി പാരലോഗ്രാം ലോ ഓഫ് എക്സ്ട്രഡീഷൻ. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ഫോഴ്സസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. എത്രയാണ്? F1 എന്ന് പറയുന്നത് 150 ഗ്രാം ആണ്. ദെൻ F2 ഇസ് 100 ഗ്രാം ആൻഡ് തീറ്റ എത്രയാണ് ഇവിടെ തന്നിട്ടുള്ളത്? ദാറ്റ് ഈസ് 30 ഡിഗ്രി ആണ്. ഓക്കെ, തീറ്റ ഇസ് 30 ഡിഗ്രി. ദെൻ എങ്ങനെയാണ് ഇക്വേഷൻ കാണാൻ പറ്റുക? F3 വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ പ്ലസ് 2F1 F2 കോസ് തീറ്റ എന്നുള്ളതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇക്വേഷൻ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇനി അതിന്റെ ഡെറിവേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ് പാരലോഗ്രാം ലോ ഓഫ് എക്സ്ട്രഡീഷനിൽ റിസൾട്ടന്റ് കാണുന്നത് എന്നുള്ളത്. ഓക്കെ, സോ F3 will be equal to root of 150 the whole square plus 100 square plus 2 into 150 into 100 into cos 30 ഡിഗ്രി. ഓക്കെ, അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതാണ്. 241.82 ഗ്രാം ആണ് മാസ് ഓഫ് ദി സ്റ്റോൺ എന്ന് പറയുന്നത്.
Now we can move to the next question, that is March 2017 ചോദിച്ചിട്ടുള്ള ഒരു 4-mark question ആണ്. So here choose the correct statement or statements related to uniform circular motion. അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആണ് തന്നിട്ടുള്ളത്. അതിൽ നിന്ന് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ദി ആക്സിലറേഷൻ ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് ടാൻജൻഷ്യൽ ടു ദ സർക്കിൾ. സെക്കൻഡ് വൺ, ദി ആക്സിലറേഷൻ ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് ഡയറക്റ്റഡ് റേഡിയലി inwards. The third one is the velocity in uniform circular motion has constant magnitude, and the fourth one is the velocity in uniform circular motion is directed radially inwards. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ is a particle is projected up into air from a point with a speed of 20 meter per second at an angle of projection 30 degree. What is the maximum height reached by it എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്ന് ആൻസർ. അപ്പൊ ഇതിൽ തന്നിട്ടുള്ളത് എന്താണ്? ഒരു പ്രൊജക്ടൈലിന്റെ കേസ് ആണ്, വിച്ച് ഈസ് പ്രൊജക്റ്റഡ് അറ്റ് എ സ്പീഡ് ഈസ് 20 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി ആണ്. മാക്സിമം ഹൈറ്റ് ആണ് കാണേണ്ടത്. സോ ഹൈറ്റ് കാണണമെന്നുണ്ടെങ്കിൽ എച്ചിന്റെ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ വി ക്യാൻ ഫൈൻഡ് ദ മാക്സിമം ഹൈറ്റ്. ഓരോന്നായിട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണ് അതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദ ആക്സിലറേഷൻ ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് ഡയറക്റ്റഡ് റേഡിയലി ഇൻവേർഡ്സ് ആണ്. ഓക്കെ, അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദ ആക്സിലറേഷൻ ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് ഡയറക്റ്റഡ് റേഡിയലി ഇൻവേർഡ്സ്. ഇനി ഏതെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ? വാട്ട് അബൌട്ട് തേർഡ് സ്റ്റേറ്റ്മെന്റ്? വെലോസിറ്റി ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഹാസ് കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ്. യൂണിഫോം ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന വെലോസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. സോ വെലോസിറ്റി ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഹാസ് കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് എന്നുള്ളതും എന്താണ്? കറക്റ്റ് ആണ്. അപ്പൊ ഓപ്ഷൻസ് 2 and 3, that is the acceleration in uniform circular motion is directed radially inwards, and the third option, the velocity in uniform circular motion has constant magnitude. These two are the correct statements. അപ്പൊ അടുത്ത കേസിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? u is given as 20 meter per second, theta is equal to 30 degree. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഹൈറ്റ് എങ്ങനെ കാണാൻ പറ്റും? സോ h is equal to u square sin square theta by 2g ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 20 square into sin 30 square. So 20 into sin 30 the whole square divided by 2 into 9.8 ആണ്. So we are getting 5.1 meter as the maximum height reached by the projectile. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് 2018 മുതലുള്ളത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. 8 മാർക്ക് വെയിറ്റേജ് വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.